കുടുംബ കോടതി കേസുകളിൽ എപ്പോഴും എവിഡൻസിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തെളിവുകൾ, ഏതൊക്കെ തെളിവുകളാണ് നമുക്ക് കേസിനെ ബലപ്പെടുത്തുന്നത്? അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റാണോ, SMS ആണോ, വീഡിയോ റെക്കോർഡിങ്സ് ആണോ, മറ്റു കാര്യങ്ങളാണോ, അങ്ങനെ ഇങ്ങനെ പല ഇതെടുക്കാമോ, അതെടുക്കാമോ, ഈ രീതിയിൽ എടുക്കാമോ, സ്ക്രീൻഷോട്ട് എടുക്കാമോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസാണ് എപ്പോഴും വരാറുള്ളത്. എപ്പോഴും എവിഡൻസ് എടുക്കുന്നത് ട്രയൽ സ്റ്റേജിലാണ്. അതായത് മീഡിയേഷനൊക്കെ ഫെയിലായി ഒത്തുതീർപ്പാവാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ലാതെ വരുമ്പോഴാണ് ഫാമിലി കോടതികൾ ലിസ്റ്റ് ചെയ്ത് ട്രയലിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഈ തെളിവുകളെല്ലാം എക്സിബിറ്റ്സ് ആയിട്ടാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ എടുക്കാൻ പറ്റും? നമുക്കിപ്പോൾ എവിഡൻസ് ആക്ട് തന്നെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അതിൽ പറയുന്ന സർട്ടൺ ഇത് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്. പക്ഷേ സെക്ഷൻ 14 ഓഫ് ഫാമിലി കോർട്ട് ആക്ട് പറയുന്നുണ്ട്, എവിഡൻസ് ആക്ട് അഡ്മിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ കേസിനെ സംബന്ധിക്കുന്ന ഒരു വിധി പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ, തെളിവുകളുണ്ട് എങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. അതാണ് ഫാമിലി കോടതി കുറച്ചുകൂടെ ലിബറലായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കാരണം എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ശരിക്കും തെളിവുകൾ, ഈ രീതിയിലുള്ള തെളിവുകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അത് മിക്കപ്പോഴും അത് ഭയങ്കരമായിട്ട് വരുന്നത് ക്രിമിനൽ കേസുകളാണ്. ഇപ്പോൾ ഒരു മർഡർ നടക്കുന്നു, അല്ലെങ്കിൽ റേപ്പ് നടക്കുന്നു, ആ സമയത്ത് ഈ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയറായിട്ട് അത് എവിഡൻസ് പ്രൂവ് ചെയ്താൽ മാത്രമേ അതിനകത്ത് സപ്പോർട്ടീവ് എവിഡൻസ് എടുക്കാൻ പറ്റൂ. പക്ഷേ ഫാമിലി കോർട്ടിൽ അങ്ങനെ അല്ല. ഫാമിലി കോടതിയിൽ സെക്ഷൻ 14 ക്ലിയറായിട്ട് പറയുന്നത് എവിഡൻസ് ആക്ടിൽ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിഡൻസ് ആക്ട് പ്രകാരം ആ എവിഡൻസ് തെളിവുകൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല. കോടതിക്ക് തോന്നുകയാണ്, ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചാറ്റ് വരുന്നു, അത് വരികയാണെങ്കിൽ കോടതിക്ക് തോന്നുകയാണ് അത് നമ്മുടെ ഈ കേസിന് അത് നമുക്കൊരു ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു വിധി പറയാൻ വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കോടതിക്ക് സ്വീകരിക്കാം. അവിടെ വന്നിട്ട് വേറൊരാളുടെ ചാറ്റ്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ചാറ്റ് ഭാര്യ എടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ ചാറ്റ് ഹസ്ബൻഡ് എടുക്കുന്നു, വീഡിയോ റെക്കോർഡിങ്സ് എടുക്കുന്നു, ഇതൊന്നും റൈറ്റ് ടു പ്രൈവസിയെ കട്ടേൾ ചെയ്യുന്നില്ല. അത് നമ്മുടെ കേസിനെ ഏത് രീതിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നു, അതായത് ന്യായമായ ഒരു വിധി പറയാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും ബേർഡൻ ഓഫ് പ്രൂഫ്, അതായത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്യം ആരാണോ ആരോപിക്കുന്നത് അവരുടെ ഭാഗത്താണ്. അല്ലാതെ ഓപ്പോസിറ്റ് സൈഡിന് കോടതി ഡയറക്ഷൻ കൊടുക്കില്ല, നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ, അതെല്ലാം റിട്രൈവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ സാധനം കൊണ്ടുവരൂ എന്നൊന്നും കോർട്ട് ഒരിക്കലും ഓപ്പോസിറ്റ് പാർട്ടി അല്ലെങ്കിൽ ആരാണോ എതിർഭാഗം നിൽക്കുന്നത് അവരെടുത്ത് കോർട്ടായിട്ട് ഡയറക്റ്റ് ചെയ്യില്ല. വേണമെങ്കിൽ നമുക്ക് സമൻസൊക്കെ അയച്ച് ആ തെളിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബാങ്ക് ഡോക്യുമെൻ്റ് ആണ്, എതിർഭാഗത്തിന് നമ്മുടെ കയ്യിലില്ല, എതിർഭാഗത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും വന്നാൽ മാത്രമേ നമുക്ക് കോടതിയിൽ കുറച്ചുകൂടെ കേസ് വിധിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സമൻസ് അയച്ചിട്ട് മാനേജരോട് പറയാം അത്രയും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത്രയും സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. ബർഡൻ ഓഫ് പ്രൂഫ് എപ്പോഴും ആരാണോ ആവശ്യക്കാർ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലാതെ കോടതിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാറില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വോയിസ് റെക്കോർഡിങ്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ഫാമിലി കോടതിയിൽ അഡ്മിസിബിൾ ആണ്, അതായത് എടുക്കാൻ സാധിക്കും. അത് നമ്മുടെ കേസിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടും എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഫാമിലി കേസുകളിൽ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിഡൻസ് ആക്ടിലെ എല്ലാ വകുപ്പുകളും ഇതിനകത്ത് വരണമെന്ന് നിർബന്ധമില്ല. എവിഡൻസ് ആക്ട് അഡ്മിറ്റ് ചെയ്യാത്ത എവിഡൻസുകളും വേണമെങ്കിൽ നമുക്ക് ഫാമിലി കേസുകളിൽ എടുക്കാം.